ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമുക്ക് ഒരു സെലിബ്രേഷൻ നടക്കുകയാണ് വീട്ടിൽ. അതെ, നമ്മുടെ 1 മില്യന്റെ സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ചാനൽ ഭരത് 135 എന്ന് പറഞ്ഞ യൂട്യൂബ് മെയിൻ ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ നമ്മള് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫുഡും എല്ലാം കൂടെ നമ്മുടെ എല്ലാരെയും വിളിച്ച് നമ്മള് ഒരു ചെലവ് നടക്കുകയാണ്. അതെ, അതിന്റെ വ്ളോഗാണല്ലേ ഇത്? അതിന്റെ വ്ളോഗാണ്. അപ്പൊ നമ്മുടെ പയ്യന്മാരെല്ലാം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തെല്ലാം പോയിട്ട് ചോദിക്കാം അവരുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാന്നൊക്കെ ചോദിക്കാം. ഗെയ്സ്, ഇവന്മാർ ഇവിടെ നിന്ന് മിനി മിൽസ് കളിക്കുകയാണ്. വാസ്കോ, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? മിനി മിൽസ് അല്ലടാ, 1 മില്യൺ അടിച്ചതിനെ കുറിച്ച്. അല്ല പറ. നമ്മളിനി അടുത്ത അനന്തോണ്ട് ചാനലിൽ 1 മില്യൺ അടിക്കും, മജീഷന്റെ ചാനലിൽ അടിക്കും. പിന്നെ പക്ഷെ പ്ലേ ബട്ടൺ മാത്രം ഇല്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 1 മില്യൺ അടിക്കും. എന്തോ പറ. എല്ലാവർക്കും 1 മില്യൺ അടിച്ചത് എന്തോ ഉണ്ട് പറ. നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ വാസ്കോ എന്നെ കൊന്നതിലും വലിയ സന്തോഷം. ഇവിടെ ഇങ്ങോട്ട് പറയടേ എന്തേലും. നല്ല തീരുമാനം, ഒരു മാറ്റം. 1 മില്യൺ അടിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷം അത്ര. ഇവിടെ എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലേ? പിന്നെ എന്ത് സങ്കടമാണോ? സങ്കടമാണ്. ആദ്യം പറയണ സന്തോഷം. സന്തോഷം ഇവന്മാര് കളിയിലിരിക്കുവാണ് ഗൈസ്. നീയാ മെയിൻ. നമ്മുടെ ജഗൽകുമാർ വന്നിട്ടുണ്ട്. പുള്ളി വണ്ടിയും കൊണ്ടാണ് വന്നേക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം. നിങ്ങളെ കാണുന്നത് ജഗൽകുമാറിന്റെ വണ്ടിയാണ്. ജഗൽകുമാർ, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? മികച്ചൊരു ഇതായിരുന്നു. ഇവിടെ ഫുഡ് വ്ളോഗ് ചെയ്യണേ. ഗൈസ്, ഇന്ന് വാസ്കോയും വ്ളോഗ് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ വ്ളോഗ് നിങ്ങൾ കാണുന്നത് നമ്മൾ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോഴായിരിക്കും. ആദ്യം ആരുടെ വ്ളോഗാ വരുന്നേ? എന്റെ ആയിരിക്കും. അല്ലല്ല, അല്ലാതെ നിനക്ക് എഡിറ്റ് ചെയ്തിടാൻ അറിയാവുന്നതുകൊണ്ടല്ല. നിനക്ക് എന്ത് പറയാനുണ്ട് ഈ അവസരത്തിൽ? ഒരുപാട് നമ്മള് ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും അച്ചീവ് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചൊരു സാധനം നമ്മള് കഷ്ടപ്പെട്ട് നേടിയപ്പം ഒരുപാട് സന്തോഷം, ഹാപ്പിനെസ്. അതെ, വാസ്കോയ്ക്ക് എന്താ പറയാനുള്ള? അയ്യോ, അതായത് നമ്മള് ഇപ്പൊ എത്ര ഒരു വർഷം ആയില്ലല്ലോ? ഒരു വർഷത്തിനകത്ത് നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഒരു വർഷം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ട് കഴിഞ്ഞുള്ളൂ. ഡിസംബർ ആ സമയത്ത് 1 വർഷം കഴിഞ്ഞു. നമ്മൾ 1 വർഷം കഴിഞ്ഞപ്പോ നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഭരതന്റെ ചാനലില് 5 ലക്ഷത്തിന് അടുപ്പിച്ച്. നമ്മുടെ ചാനല് നമ്മുടെ സോറി നമ്മുടെ സ്വന്തം ചാനല്. അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ചാനലില് 5 ലക്ഷം അടുപ്പിച്ചായി. 5 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ആവുന്നില്ലേ? ഇനി തേർഡ് ചാനലിൽ മജീഷന്റെ ചാനലിൽ 3 ലക്ഷം കഴിഞ്ഞു. ഫോർത്ത് ചാനലില് എത്ര? 2 ലക്ഷം കഴിഞ്ഞ്. അടുത്ത ജഗലന്റെ ചാനലിൽ 1 ലക്ഷം ആവാറാവുന്നു. അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ ഷോർട്സ് ചാനൽ 20,000 കഴിഞ്ഞു. എല്ലാം കൊണ്ട് നമ്മള് 2026 തൂക്കി. അല്ല, 2025 തൂക്കി. 26 നമ്മൾ 26 ഭയങ്കര തൂക്കും. അപ്പൊ ഇതോ 26 കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ നമ്മള് തൂക്കി. നമ്മുടെ കാരണവർ വന്നിട്ടുണ്ട്. അജയൻ പാണയം എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ല, എല്ലാവർക്കും ഹാപ്പി. അജയ് മാമൻ ക്യാമറ ഷൈ ആണ്. അജയ് മാമൻ പോകുന്നുണ്ട്. നമ്മുടെ ഗ്രൂട്ട് ദേവപ്രിയൻ എന്താണ് പറയാ? ദേവപ്രിയ അടിപൊളിയാ. മഴയപ്പൂ സന്തോഷം. മഴയപ്പൂനെ എന്റെ വ്ളോഗിൽ കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മഴയപ്പൂ എന്റെ വ്ളോഗിന്റെ ഐശ്വര്യം എന്ന് ഞാൻ ടൈറ്റിലിൽ വെക്കുന്നതായിരിക്കും. കണ്ണപ്പൻ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അല്ല, 1 മില്യന്റെ കണ്ണപ്പൻ നാണം. മജീഷ് ഐലറ, മജീഷ് ഇവിടുന്ന് ഒരു ഡേറ്റ് പറ. മജീഷ് ഈ ഡേറ്റ് ആവും, മജീഷ് 1 മില്യൺ അടിക്കുന്ന ഒരു ഡേറ്റ് നീ പറ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഇടാം. മറ്റേ ഏത് വീഡിയോ? അങ്ങനെ വീഡിയോ ഇടുമല്ലോ. 2027 ഏപ്രിൽ 1 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ്. എന്റെ വ്ളോഗ് 1 മില്യൺ എന്ത് പറയാനുണ്ട്?
പ്രത്യേകിച്ച് പറയല്ലേ, എല്ലാവർക്കും നന്ദി. നന്ദി കടപ്പാടും ഉണ്ടായിരിക്കുന്നതാണ്. 20,000 അംശുവാണ് നമ്മുടെ ഷോർട്സ് ചാനൽ മാനേജ് ചെയ്യുന്നത്. അംശു 20,000 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്താണ് അംശുവിന് പറയാനുള്ളത്? എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ഇടുക. ഇതാണ് നമ്മുടെ 1 million കേക്ക്. ഇതാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. ക്യാമറാമാൻ മജീഷിനൊപ്പം 135, ഞാനും അംശു. അങ്ങോട്ടുള്ളവരെ കിട്ടില്ല കേട്ടോ, അങ്ങോട്ടുള്ളവരെ കിട്ടില്ല. നമ്മുടെ ചാനലിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു മനുവിന്റെ എനിക്കൊന്നും മനു ഉണ്ടായിരുന്നെങ്കിൽ അവന് ചിലപ്പോ ഒരു ചാനലിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നേനെ. നേരത്തെ രക്ഷപ്പെട്ടവൻ അവൻ മണലാരണ്യത്തിൽ പോയി രക്ഷപ്പെട്ടു. അവന്റെ അനിയൻ ഫിസിയോതെറാപ്പിസ്റ്റ് ജിത്തു നമ്മുടെ കൂടെ ഉണ്ട്. ജിത്തുന് എന്താണ് പറയാനുള്ളത്? സങ്കടവും സന്തോഷവും നിറഞ്ഞ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് പപ്പടം മറ്റേതിനൊക്കെ ഇട്ടായിരുന്നോ? കല്യാണത്തിന് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു പരിപാടി ഞാൻ ഇവിടെ ചെയ്യാൻ പോവാം. ആദ്യത്തെ ഇതിൽ തന്നെ കേറി മുണുങ്ങുന്നല്ലേ നീ? ഞങ്ങൾ ചെറുക്കന്റെ ആൾക്കാരാ. എല്ലാവർക്കും ആയോ? ഗായ്സ്, ഞങ്ങൾ ഈ ഇടയ്ക്ക് വണ്ടർലേ പോയായിരുന്നു. ഒരാഴ്ച ആയില്ലടാ. അന്ന് അവൻ കണ്ണപ്പന്റെ വീട്ടിൽ കൊണ്ടിട്ട നിക്കറ വാസ്കോ. അവ ഇതുവരെ പറ. അവ അന്ന് കണ്ണപ്പന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് പോയ നിക്കർ ഇതുവരെ വാസ്കോ എടുത്തോണ്ട് പോയിട്ടില്ല. വാസ്കോ കണ്ണപ്പ അത് ഗീവ് അവേ കൊടുക്കുവാന്നൊക്കെ പറയുന്നത്. ആനയെ കയറാൻ പറ്റത്തുള്ളൂ. ആന കയറാൻ പറ്റത്തില്ല. ആനയോ? ആനയുടെ വെള്ളി കിടമ്പെടുക്ക അതിന് 2 കുടയുണ്ട്. കിട്ടിയല്ലോ. വയറ് നിറഞ്ഞോടാ വാസ്കോ? എനിക്ക് എന്നെ കണ്ണപ്പ അങ്ങനെ പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന 135 വാസ്കോയും. നല്ല ഫുഡായിരുന്നു, നല്ല ബീഫ്. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കേക്ക് അടിപൊളിയായിരുന്നു. കേക്കൊക്കെ മുറിച്ച് നീ ഫുഡ് അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം പടമായി ഇവിടെ കിടക്കുന്നു. മജീഷ് അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ ഒരു 1 million ആയിരുന്നു ഇത്. ഇനി അടുത്ത നമ്മുടെ അടുത്ത സെലിബ്രേഷൻ ഇനി 2 million, 10 million അല്ലേ ഉള്ളൂ സെലിബ്രേഷൻ. 2 million ഈ അടുത്ത 2 million സെലിബ്രേഷൻ അല്ല, അടുത്ത 5 million. 2 million അതിനും വയ്യ, മടി അതിനും വയ്യ. അല്ലടാ, അപ്പൊ ഓരോ മില്യൺ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ 10 million ആവുന്നത് നമ്മൾ ഓരോ മില്യൺ നമ്മൾ അടുത്ത ഇനി 5 ആഗ്രഹിക്കാവും. അടുത്ത ഇനി നമ്മൾ 5 million ആണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് 10 million. അപ്പൊ നിങ്ങളെ 1 million അത് 1 million അല്ലേ? അത് 1 million ആവുമ്പോഴല്ലേ? ഇനി സമയമുണ്ട്. നമ്മൾ അടുത്ത ഇതുപോലെ സെലിബ്രേഷനിൽ നമ്മളൊരു വ്ളോഗ് ആയിട്ട് വരുന്നത്. കാണുന്നവരെ എല്ലാവർക്കും ബൈ.